നേരത്തെ തലക്കെട്ടുകളിൽ കണ്ടതുപോലെ തന്നെ യമനിൽ ഹൂതി താവളങ്ങളിൽ അമേരിക്ക നടത്തിയ വ്യോമാക്രമണം വളരെ വലിയ വ്യോമാക്രമണമാണ്. അതിൽ 24 പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. ചെങ്കടലിൽ US യുദ്ധക്കപ്പലിന് നേരെ ഹൂതികൾ ആക്രമണം തുടരുന്നതിനാലാണ് തിരിച്ചടി. US കപ്പലുകൾക്ക് നേരെ ആക്രമണം അവസാനിപ്പിക്കണമെന്നും ഇല്ലെങ്കിൽ ദുരന്തമാണ് കാത്തിരിക്കുന്നതെന്നുമാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഹൂതികൾക്ക് പിന്തുണ നൽകുന്നത് അവസാനിപ്പിക്കണമെന്ന് ഇറാനോടും ആവശ്യപ്പെട്ടു. VR കാർത്തിക് കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. കാർത്തിക്, വലിയ ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിനോടകം തന്നെ 24 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. ഈ ആക്രമണം അവസാനിപ്പിക്കില്ല, തുടരുക തന്നെ ചെയ്യുമെന്നുള്ള മുന്നറിയിപ്പും ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇറാൻ ഈ വിഷയത്തോട് പ്രതികരിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് വിശദാംശങ്ങൾ? ആര്യ, മിഡിൽ ഈസ്റ്റിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സാഹചര്യങ്ങൾ കൂടുതൽ കലുഷിതമാകുന്നു. ഇന്നലെ രാത്രിയാണ് യമൻ തലസ്ഥാനമായ സനയിൽ US-ന്റെ ഭാഗത്ത് നിന്ന് അതിശക്തമായ വ്യോമാക്രമണം ഉണ്ടായത്. സനയിൽ ഹൂതികളുടെ ശക്തി കേന്ദ്രങ്ങളിലാണ് ഇന്നലെ അതിശക്തമായ വ്യോമാക്രമണം US-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ചെങ്കടലിൽ US-ന്റെ ഹാരിയസ് ട്രൂമാൻ വിമാനവാഹിനി കപ്പലിൽ നിന്നുള്ള യുദ്ധവിമാനങ്ങളാണ് സനയിലെ ഹൂതി കേന്ദ്രങ്ങളിലുടനീളം തന്നെ അതിശക്തമായ ആക്രമണം നടത്തിയത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയ ശേഷം നടത്തുന്ന ഏറ്റവും വലിയ സൈനിക നടപടിയാണ് ഇത് എന്നതും ഏറെ ശ്രദ്ധേയമാണ്. മിഡിൽ ഈസ്റ്റിൽ ട്രംപ് അധികാരത്തിലെത്തിയ ശേഷം വെടിനിർത്തൽ കരാർ അടക്കം പല പുരോഗമനപരമായ നീക്കങ്ങളും നടത്തിയിരുന്നു. അതിൽ വലിയ പ്രതീക്ഷയും ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഹൂതികളുടെ ശക്തി കേന്ദ്രത്തിൽ US ഇത്തരത്തിൽ ആക്രമണം നടത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഇതിന് ആധാരമായി US പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ചെങ്കടലിലൂടെ കടന്നു പോകുന്ന US-ന്റെ നാവിക കപ്പലും അതോടൊപ്പം തന്നെ മറ്റു വാണിജ്യ കപ്പലുകളെല്ലാം തന്നെയും പലതവണ ഹൂതികൾ പിടിച്ചെടുക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ മാസങ്ങളിൽ തന്നെ ഇത്തരത്തിൽ 2 വലിയ കപ്പലുകൾ പിടിച്ചെടുത്ത് മുക്കുന്ന സാഹചര്യമുണ്ടായി. 4 നാവികരെ കൊലപ്പെടുത്തി. ഇത്തരത്തിൽ 2023 മുതൽ ചെങ്കടലിലൂടെയും അതോടൊപ്പം തന്നെ ഏദൻ ഉൾക്കടലിലൂടെയുമൊക്കെ കടന്നു പോകുന്ന വാണിജ്യ കപ്പലുകളും അതോടൊപ്പം തന്നെ നാവിക കപ്പലുകളും എല്ലാം തന്നെ ഇവർ നിരന്തരം ആക്രമിക്കുന്നു. ഇത്തരത്തിൽ ഉള്ള ആക്രമണങ്ങൾക്ക് തിരിച്ചടി എന്ന വണ്ണമാണ് US-ന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രത്യാക്രമണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഹൂതികളുടെ എല്ലാ ശക്തി കേന്ദ്രങ്ങളും തകർക്കുന്നതുവരെ ഇത് ശക്തമായി മുന്നോട്ട് പോകും, ഈ സൈനിക നടപടി ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകുന്ന മുന്നറിയിപ്പ്. മാത്രമല്ല, ഹൂതികൾക്ക് എല്ലാ തരം സഹായങ്ങളും നൽകുന്ന ഇറാനും അതിശക്തമായ മുന്നറിയിപ്പാണ് അമേരിക്ക നൽകുന്നത് എന്നതും ഏറെ ശ്രദ്ധേയമാണ്. ഇത്തരത്തിൽ ഹൂതികൾക്കുള്ള സഹായങ്ങൾ തുടരുകയാണെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും എന്നാണ് മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ ഇറാൻ ഇത്തരത്തിൽ US-ന്റെ ഈ ആക്രമണത്തോട് എങ്ങനെ പ്രതികരിക്കും എന്ന് വരും മണിക്കൂറുകളിൽ മാത്രം അറിയണം. ഏതായാലും നിലവിൽ യമനിലെ ഇത്തരത്തിൽ സനയിലടക്കം നടത്തിയ ആക്രമണങ്ങൾ, പ്രത്യേകിച്ച് കിഴക്കൻ ജറാഫിൽ, അതാണ് ഹൂതികളുടെ ഒരു ശക്തി കേന്ദ്രം. അവിടെയാണ് ഹൂതികളുടെ ആസ്ഥാനമായ പോളിറ്റ് ബ്യൂറോയൊക്കെ ഉള്ളത്, സൈനിക താവളങ്ങളുള്ളത്. അവിടെയൊക്കെയാണ് അതിശക്തമായ വ്യോമാക്രമണം ഉണ്ടായത്. 24 പേർ ഇതിനോടകം കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. സ്വാഭാവികമായും മരണസംഖ്യ ഇനിയും ഉയരും. അമേരിക്കയിലെ സെൻട്രൽ കമാൻഡാണ് ഈ ഓപ്പറേഷൻ നടത്തിയത്. അവർ തന്നെ വിശേഷിപ്പിക്കുന്നത് സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ സൈനിക നടപടി എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വരും. സ്വാഭാവികമായും മരണസംഖ്യ ഉയരാനാണ് സാധ്യത. അതോടൊപ്പം തന്നെ പരിക്കേറ്റവരുടെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. നിരവധി പേർ ആശുപത്രിയിൽ, കുട്ടികളും വനിതകളും അടക്കമുള്ളവരെ നിരവധി പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന്റെ ദൃശ്യങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം US-ന്റെ ശക്തമായ ഈ പ്രത്യാക്രമണം മിഡിൽ ഈസ്റ്റിൽ എന്തുതരം പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കും എന്ന് കണ്ടറിയണം. ഇതിനാധാരമായി ഹൂതികൾ പറയുന്ന ഒരു കാരണം, 4 ദിവസം മുൻപും അവർ ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. മാർച്ച് ആദ്യവാരം ആദ്യഘട്ട വെടിനിർത്തൽ കരാർ അവസാനിച്ചതോടെ ഗസയിലേക്കുള്ള സഹായ വിതരണത്തിനായി പോയ ട്രക്കുകൾ എല്ലാം തന്നെ തടയുന്ന ഒരു സാഹചര്യം ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുണ്ടായെന്നും പാലസ്തീന് ഐക്യദാർഢ്യവുമായാണ് ഇത്തരത്തിൽ ചെങ്കടലിലും അതോടൊപ്പം തന്നെ ഏദൻ ഉൾക്കടലിലുമൊക്കെ നിരന്തരം കപ്പലുകൾ ആക്രമിക്കുന്നത് എന്നുമാണ് ഹൂതികൾ നൽകുന്ന ഒരു വെർഷൻ. എന്തായാലും അതിശക്തമായ നടപടി തന്നെ ഹൂതികൾക്കെതിരെ തുടരും എന്നാണ് US പറയുന്നത്. ഏത് ആക്രമണവും നേരിടുമെന്നും എന്ത് തരം പ്രത്യാഘാതങ്ങൾ ഉണ്ടായാലും ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നുമാണ് ഹൂതി കേന്ദ്രങ്ങളും വ്യക്തമാക്കുന്നത്. സ്വാഭാവികമായും ഇത് മധ്യപൂർവേഷ്യയിൽ വലിയ സംഘർഷങ്ങൾക്ക് വഴിവെക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു. ആര്യ, തീർച്ചയായും VR കാർത്തിക്കാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. എന്തായാലും കാർത്തിക് സൂചിപ്പിച്ചതുപോലെ തന്നെ ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷം നടക്കുന്ന ഏറ്റവും വലിയ ഒരു സൈനിക നടപടി തന്നെയാണിത്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഹൂതി താവളങ്ങളിലേക്ക് വലിയ തരത്തിലുള്ള വ്യോമാക്രമണമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന്
ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 24 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്.